ക്രിറ്റിസിസം ആൻഡ് തിയറി എന്ന പേപ്പറിൽ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഗ്രീക്ക് ഫിലോസഫറാണ് അരിസ്റ്റോട്ടിൽ. ഹി ഈസ് എ മോസ്റ്റ് ബ്രില്യൻറ്റ് സ്റ്റുഡൻറ്റ് ഓഫ് അക്കാഡമി. നമ്മൾ പ്ലേറ്റോയുടെ കാര്യം പറഞ്ഞു, അതിൻ്റെ നെക്സ്റ്റാണ് അരിസ്റ്റോട്ടിൽ. ഹിസ് ഫേമസ് വർക്ക് പൊളിറ്റിക്സ്, മെറ്റാഫിസിക്സ്, പോയറ്റിക്സ് ഒക്കെയാണ്. പോയറ്റിക്സ് 26 ചാപ്റ്റേഴ്സ് ഒക്കെയുള്ള വർക്കാണ്. മോസ്റ്റ് ഫേമസ് വർക്കാണ് പോയറ്റിക്സ് എന്ന് പറഞ്ഞാൽ. ആൻഡ് ഹി ഫൗണ്ടഡ് എ സ്കൂൾ കോൾഡ് ലൈസിയം. ഹിസ് ഇൻട്രസ്റ്റഡ് ഏരിയ ഇൻക്ലൂഡ് സ്റ്റേറ്റ്, ഗോഡ്, മാൻ ഒക്കെയാണ്. ദെൻ അരിസ്റ്റോട്ടിൽ പറയുന്നത് പ്ലേറ്റോ കൊണ്ടുവന്ന തിയറിയാണല്ലോ മെമിസിസ്. ഇനി അരിസ്റ്റോട്ടിലും അതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. അരിസ്റ്റോട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്: മെമിസിസ് എന്ന് പറഞ്ഞാൽ ഒരു ഫോൾട്ട് അല്ല, അത് ഹ്യൂമൻ ബേസിക് ടെൻഡൻസിയാണ്, ഹ്യൂമൻ്റെ ഒരു ടെൻഡൻസിയാണ്. ദെൻ പ്ലേറ്റോ പോയട്രിയെ പെയിൻറ്റിങ്സ് ആയിട്ടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്, എന്നാൽ അരിസ്റ്റോട്ടിൽ പോയട്രിയെ മ്യൂസിക്കിനോടാണ് കമ്പയർ ചെയ്തിരിക്കുന്നത്. ഇനി അരിസ്റ്റോട്ടിൽ ട്രാജഡിക്കൊരു ഡെഫിനിഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിങ്ങനെയാണ് പറയുന്നത്: ഇറ്റ് ഈസ് ആൻ ഇമിറ്റേഷൻ ഓഫ് ആക്ഷൻ. ഒരു ആക്ഷൻ്റെ ഇമിറ്റേഷനാണ്. അതെങ്ങനെയായിരിക്കും? കംപ്ലീറ്റ് ആയിട്ടുള്ളതായിരിക്കും, വളരെ സീരിയസ് ആയിരിക്കും, ഒരു സർട്ടൺ മാഗ്നിറ്റ്യൂഡൊക്കെ ഉണ്ടാവും ലാംഗ്വേജിൽ, പിന്നെ കുറച്ച് ആർട്ടിസ്റ്റിക് ഓർണമെൻറ്റ്സ് ഇതിലുണ്ടാവും. ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ എ സെപ്പറേറ്റ് പാർട്സ്. ഓരോ സെപ്പറേറ്റ് പാർട്സ് ആയിട്ടായിരിക്കും ഒരു പ്ലേയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ അതിലെ പിറ്റി, ഫിയർ അതെല്ലാം ചേർന്ന ഒരു ടോട്ടൽ പർഗേഷൻ ഓഫ് ഇമോഷനാണ് ട്രാജഡി. ഇങ്ങനെയാണ് അരിസ്റ്റോട്ടിൽ ട്രാജഡിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ റിട്ടേൺ നോട്ട്സ് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനി അതിലെ കുറച്ച് ടേംസാണ് മെമിസിസ്, കഥാസിസ്, ഹമേർഷ്യ, അനഗ്നോസിസ്, പെരിപിക്റ്റിയ. അപ്പോൾ മെമിസിസ് എന്താ? ഇമിറ്റേഷൻ, നമുക്കറിയാമല്ലേ, പ്ലേറ്റോയുടെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി കഥാസിസ് എന്ന് പറഞ്ഞാൽ പർഗേഷൻ അല്ലെങ്കിൽ പ്യൂരിഫിക്കേഷൻ ഓഫ് ഇമോഷൻസ് എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ ഹ്യൂമൻ്റെ മൈൻഡ് എന്ന് പറഞ്ഞാൽ എക്സസീവ് ഇമോഷൻസുമായിട്ടൊരു പവർ പാക്കേജാണ് അല്ലേ. ഇനി ഹമേർഷ്യ എന്ന് പറഞ്ഞാൽ നോബൽ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ട്രാജിക് ഫ്ലോ. ഇപ്പോൾ പ്രൊട്ടഗോണിസ്റ്റ്, ട്രാജഡിയിലുള്ള ഒരു പ്രൊട്ടഗോണിസ്റ്റ് ലാസ്റ്റ് ഉണ്ടാകുന്ന ഒരു ഡെത്ത് ആയിരിക്കും, അതായിരിക്കും അതിൻ്റെ ഒരു ട്രാജിക് ഫ്ലോ. അതാണ് ഹമേർഷ്യ എന്ന് പറഞ്ഞാൽ. ഇനി അനഗ്നോസിസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലം തുടങ്ങുന്ന ഒരു ഇത്, അല്ലെങ്കിൽ മീനിങ് ഒരു ഡിസ്കവറി, പോയിന്റ് ഫ്രം വേർ ദി പ്രോബ്ലം ബിഗിൻസ്, അതാണ് അനഗ്നോസിസ്. ഇനി പെരിപിക്റ്റിയ എന്ന് പറഞ്ഞാൽ സഡൻ റിവേഴ്സൽ ഓഫ് ഫോർച്യൂണിനെയാണ് നമ്മൾ പെരിപിക്റ്റിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് അരിസ്റ്റോട്ടലിൻ്റെ ട്രാജഡിയെക്കുറിച്ചിട്ട് എഴുതേണ്ട പോയിൻറ്റ്സ്. ഇനി അടുത്തത്, ട്രാജഡിയിൽ ഒരു 6 ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് ഉണ്ട്: പ്ലോട്ട്, ക്യാരക്ടർ, തോട്ട്, ഡിക്ഷൻ, സോങ്, സ്പെക്ടക്കിൾ. ഇത്രയാണ് 6 ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് ഓഫ് ട്രാജഡി എന്ന് പറഞ്ഞാൽ. ഇനി അരിസ്റ്റോട്ടിൽ മെമിസിസ് എന്ന ടേം കുറച്ച് വർക്ക്സിൽ, എല്ലാ ആർട്ട് വർക്കിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈവൻ ലിറ്ററേച്ചർ, മ്യൂസിക്, പെയിൻറ്റിങ്സ്, ഇതിലെല്ലാം അരിസ്റ്റോട്ടിൽ മെമിസിസ് എന്ന ടേം അല്ലെങ്കിൽ ഇമിറ്റേഷൻ എന്ന ടേം ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇനി അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ നമുക്ക് പറയുകയാണെങ്കിൽ ട്രാജഡിയിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ആക്ഷൻസ് മാത്രമേ ഇമിറ്റേറ്റ് ചെയ്യുള്ളൂ എന്നാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇയാൾ 3 യൂണിറ്റീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്: യൂണിറ്റി ഓഫ് ആക്ഷൻ, യൂണിറ്റി ഓഫ് പ്ലേസ്, യൂണിറ്റി ഓഫ് ടൈം. എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് യൂണിറ്റി ഓഫ് ആക്ഷനാണ്. എന്ന് പറഞ്ഞാൽ ഒരു പ്ലേ തുടങ്ങുമ്പോൾ അതിലൊരു ബിഗിനിങ് വേണം, മിഡിൽ വേണം, എൻഡിങ് വേണം. അതാണ് യൂണിറ്റി ഓഫ് ആക്ഷനിൽ പറയുന്നത്. അടുത്ത യൂണിറ്റി ഓഫ് പ്ലേസിൽ പറയുന്നത് ത്രൂ ഔട്ട് ആ ഒരു പ്ലേ പോകുമ്പോൾ നമ്മൾ ഒരേ സ്ഥലമേ കാണിക്കാവൂ, അല്ലാതെ ഫസ്റ്റ് പാർട്ട് ഒരു പ്ലേസിൽ, അടുത്തൊരു പ്ലേസിൽ, അങ്ങനെയല്ല. ത്രൂ ഔട്ട് നമ്മൾ സെയിം പ്ലേസ് തന്നെ കാണിക്കണം. അതാണ് യൂണിറ്റി ഓഫ് പ്ലേസിൽ പറയുന്നത്. അടുത്ത യൂണിറ്റി ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു 3 ടൈം ഇൻ്റർവലും കാണിക്കണം: മോർണിംഗ്, ന്യൂൺ, നൈറ്റ്. ഈ 3ഉം കാണിക്കണം. അതാണ് യൂണിറ്റി ഓഫ് ടൈം. ഇനി ഇമ്പോർട്ടൻറ്റ് എലമെൻറ്റ്സ് ഓഫ് ട്രാജഡിയിലെ പ്ലോട്ടാണ് ട്രാജഡിയുടെ സോൾ എന്ന് പറയുന്നത്. അങ്ങനെയാണ് അരിസ്റ്റോട്ടിൽ പറയുന്നത്. പ്ലോട്ട് ഈസ് നോട്ട് എ സ്റ്റോറി ആൻഡ് യൂസ് ഓഫ് മെറ്റഫേഴ്സ് ഓഫ് സോൾ ഈസ് സിഗ്നിഫിക്കൻ്റ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ. ആൻഡ് വിത്തൗട്ട് ദി സോൾ ദർ ഇസ് നോ ലൈഫ് ഫോർ ദി ബോഡി എന്നൊക്കെ അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അരിസ്റ്റോട്ടിൽ ഗ്രീക്ക് ഫിലോസഫർ, പ്ലേറ്റോയുടെ ആ ഒരു മെമിസിസ് ഒരു ഫോൾട്ട് അല്ല, അതൊരു ബേസിക് ഹ്യൂമൻ ടെൻഡൻസിയാണ് എന്നാണ് പ്ലേറ്റോ പറഞ്ഞിരിക്കുന്നത്. പോയറ്റിക്സ് അതാണ് അയാളുടെ ഇമ്പോർട്ടൻറ്റ് വർക്ക്. അത് 26 ചാപ്റ്റേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡെഫിനിഷൻ ഓഫ് ട്രാജഡി അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിലാണ് ഈ ഒരു സെക്ഷനിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ.
മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. ഓക്കെ, താങ്ക്